വിനോദസഞ്ചാരത്തിന് പേരുകേട്ട രാജ്യങ്ങളിലൊന്നാണ് തായ്ലൻഡ്. ഇവിടുത്തെ മനോഹരമായ ബീച്ചുകളും രുചിയൂറുന്ന വിഭവങ്ങളും സഞ്ചാരികളെ സ്വാധീനിക്കാറുണ്ട്. അധികം ചിലവില്ലാതെ യാത്ര നടത്തി മടങ്ങിവരാൻ സാധിക്കുന്ന രാജ്യങ്ങളിലൊന്നുകൂടിയാണ് തായ്ലൻഡ്. അതിനാൽ തന്നെ ഇവിടുത്തെ വരുമാനത്തിന്റെ ഏറിയ പങ്ക് വിനോദസഞ്ചാര മേഖലയിൽ നിന്നുമാണെന്നാണ് ചിലരുടെയെങ്കിലും അഭിപ്രായം. അതൊരു തെറ്റിദ്ധാരണയാണ്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് തായ്ലൻഡ്. ഇവിടുത്തെ സമ്പദ്വ്യവസ്ഥ വിവിധ മേഖലകളെ ആശ്രയിച്ചാണുള്ളത്. വിനോദസഞ്ചാരം കൂടാതെ കൃഷി, കയറ്റുമതി, വ്യവസായം, മറ്റ് സേവനങ്ങൾ എന്നിവയും തായ്ലൻഡിന്റെ വരുമാനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തിന്റെ വരുമാനത്തിൽ 20% മാത്രമാണ് വിനോദസഞ്ചാരത്തിൽ നിന്ന് ലഭിക്കുന്നത്. ബോഡി മസാജ് പോലുള്ള വിനോദസഞ്ചാര മേഖലകളിലെ പ്രവർത്തികളിൽ നിന്ന് മികച്ച വരുമാനം ലഭിക്കുന്നുവെന്നായിരുന്നു ഇതുവരെയുള്ള ധാരണ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കിൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നുകൂടിയാണ് തായ്ലൻഡ്. ഇവിടത്തെ ജാസ്മിൻ റൈസ് എന്ന അരി അന്താരാഷ്ട്ര വിപണിയിൽ വളരെ ജനപ്രിയമാണ്. അരിയോടൊപ്പം തന്നെ ഇവിടെ റബ്ബർ, പഴങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, ചോളം എന്നിവയും കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇവരുടെ വരുമാനത്തിന്റെ 30% കൃഷി ആശ്രയിച്ചിരിക്കുന്നു. മത്സ്യബന്ധനത്തിലൂടെയും തായ്ലൻഡിൽ നല്ലൊരു ശതമാനം വരുമാനം ലഭിക്കുന്നുണ്ട്. ചെമ്മീൻ, കണവ, മറ്റു മത്സ്യങ്ങൾ തുടങ്ങിയവ ഇവിടെ നിന്ന് ഉയർന്ന അളവിൽ കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ ഓട്ടോമൊബൈൽ പ്ലാന്റുകൾ തായ്ലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തായ്ലൻഡിനെ ഏഷ്യയുടെ ഡീട്രോയിറ്റ് എന്ന് അറിയപ്പെടുന്നു. കൂടാതെ ഭീമൻ വാഹന കമ്പനികളായ ടൊയോട്ട, ഹോണ്ട, ഫോർഡ്, ഇസൂസു തുടങ്ങിയ കമ്പനികൾ തായ്ലൻഡിൽ വൻതോതിൽ വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ, തുണിത്തരങ്ങൾ എന്നിവയും തായ്ലൻഡിന്റെ വ്യാവസായിക ശക്തിയുടെ പ്രധാന ഘടകങ്ങളാണ്. തായ്ലൻഡിന്റെ സമ്പദ്വ്യവസ്ഥയുടെ ഏകദേശം 60% കയറ്റുമതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം പുറത്തുവന്ന റിപ്പോർട്ട് അനുസരിച്ച് പ്രതിവർഷം 35 ദശലക്ഷം വിനോദസഞ്ചാരികളാണ് രാജ്യത്തേക്ക് വരുന്നത്. ഇതിൽ നിന്ന് $48 ബില്യൺ വരുമാനമാണ് തായ്ലൻഡിന് ലഭിക്കുന്നത്.